ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു വലിയ വീടാണ്. ഒരുപാട് വലിയ ലാൻഡിലും വലിയ സ്ക്വയർ ഫീറ്റിലും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് പരിചയപ്പെടുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടെ നിന്നും ആക്സസ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പം പുതിയ അപ്കമിങ് സീപോർട്ട് എയർപോർട്ട് റോഡ് കളമശ്ശേരി ആ ഭാഗത്തു നിന്നും വരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ വളരെ അടുത്തായിട്ടാണ് നമുക്ക് വെറും ഒരു 150-200 മീറ്റർ മാത്രമാണ് പുതിയ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. അതിന്റെ വർക്കുകൾ ഏകദേശമായി വരുന്നതാണ്. നമുക്കൊരു കുറച്ച് ഒരു ഏരിയ മാത്രമാണ് ഇപ്പം സീപോർട്ട് റോഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളൂ. അതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നടന്ന് പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാവുന്ന ദൂരം മാത്രമാണ് ഈ ഒരു വീട്ടിലേക്ക് ഉള്ളത്. ഇത് ടോട്ടലായിട്ട് ഒരു 20 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഒരു 14 വർഷത്തെ പഴക്കമാണുള്ളത്. വീട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അതുപോലെ തന്നെ ഈ 20 സെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം വലിയൊരു ഏരിയയാണ്. അതുപോലെ തന്നെ എല്ലാ വൃക്ഷങ്ങളും തന്നെ മാവാണെങ്കിലും പിന്നെ തെങ്ങാണെങ്കിലും അടയ്ക്കാമരം എല്ലാം തന്നെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് നമുക്ക് കാണാം. അതുപോലെ വളരെ ഭംഗിയായ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കൂടെയാണ് ഈ ഒരു വീടിന് ചുറ്റിനും നമുക്ക് കാണാവുന്നത്. മനോഹരമായ ഗാർഡൻസും നല്ല രീതിയിലുള്ള ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലത്തേക്കുള്ള ആക്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇവിടെ നിന്നും വളരെ അടുത്താണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അതുപോലെ നമുക്ക് ലുലു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ 9 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 18 കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ നമുക്ക് 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നും വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ, അതായത് ഏകദേശം ഒരു 50 മീറ്റർ മാത്രം മാറിയാൽ നമുക്ക് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. നമ്മുടെ ഈ കാണുന്ന ആലുവ കുന്നത്തേരിയിലുള്ള വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് നമുക്ക് ഇതിനെ ബസ് റൂട്ട് കടന്നു പോകുന്നത്. KSRT ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പൊ നമുക്ക് എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഗേറ്റും മതിലെല്ലാം നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു മതിലും ഗേറ്റും ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗേറ്റ് കടന്ന് നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കാണാം. ഫുള്ളായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈല് വിരിച്ചിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കയറി വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ട് വളരെ ഭംഗിയായിട്ട് ചെറിയൊരു പോണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയ ആണെങ്കിൽ നോക്കിയാൽ കാണാം ഒരു വലിയ മാവാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് മാങ്ങയൊക്കെയുള്ള സീസൺ ആയതുകൊണ്ട് മാങ്ങ ഉണ്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചെറിയ 1-2 തെങ്ങുകളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഓൾറെഡി ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. നല്ല ചെറിയ ഒരുപാട് ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് തെങ്ങും പ്ലാവും ഒക്കെയാണ് ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് എല്ലാം തന്നെ ഓൾറെഡി എല്ലാ ഫലവൃക്ഷങ്ങളും തന്നെ ഉണ്ട് താനും. അതിലെല്ലാം തന്നെ ഇപ്പം ഓരോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ധാരാളം ചെടികളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബോഗൻ വില്ലാസ്, കളർഫുൾ ആയിട്ടുള്ള ബോഗൻ വില്ലാസ് ആണ് ഇതിന്റെ ഈ ഏരിയകളിലെല്ലാം തന്നെയായിട്ട് നിറയെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഒരു എലിവേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ട്രഡീഷണൽ രീതിയിൽ വളരെ വലിയ നീളമുള്ള വരാന്തകളോടൊക്കെ കൂടിയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാണാം വരാന്തയൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുകയാണ്. ഇവിടുത്തെ വെള്ളത്തിനുള്ള നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. അപ്പം നല്ല നീറ്റായിട്ടുള്ള കിണർ വെള്ളമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ലഭിക്കുന്നത്. നമ്മൾ വീട്ടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാണാം ഇവിടെയൊക്കെ ആണെങ്കിൽ നിറയെ ഒരു ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആമ്പലും താമരയും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടായി നിൽക്കുന്നത് ഇവിടെ കാണാം. ഈ ഒരു സൈഡിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ പകുതി ഭാഗം വരെ ലാസ്റ്റ് എൻഡ് വരെ ഏകദേശം ടൈല് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി ആ വർക്ക് ഏരിയയുടെ പോർഷനിലേക്ക് പോകുന്ന കുറച്ച് ഭാഗം മാത്രമാണ് ഇവർ കുറച്ചൊരു മണ്ണ് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നല്ല റെഡ് കളറിലുള്ള മണ്ണാണ്. അപ്പം നമുക്ക് എന്ത് സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചാലും നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം
അതുപോലെ ഇവിടെ ഒരുപാട് ഗാർഡൻ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീടിൻ്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ ഒരു ലാൻഡ് ഇരിക്കുന്നത് തന്നെ. നമുക്ക് ഗേറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് അതുപോലെ തന്നെ ചുറ്റിനും ധാരാളം സ്ഥലങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം ഈ കാർപോർച്ചിന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ഒരു 5 or 6 കാറുകൾക്കൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഞാൻ എത്ര കാറുകളാണെന്നുള്ളത് നമ്പർ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം. ഇത് മെയിൻ ആയിട്ടുള്ള കവേർഡ് കാർപോർച്ചാണ്. ഇതിവിടെ നമുക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട്. ഈ മെയിൻ 2 കാർപോർച്ചിൽ ഇവിടെയായിട്ട് നമുക്കൊരു 3 കാറുകൾ പാർക്ക് ചെയ്യാം. അതുകൂടാതെ പുറത്ത് നോക്കുവാണെങ്കിൽ 5, 6 അല്ല അതിലും കൂടുതൽ വരെ കാറുകളൊക്കെ കയറ്റിയിടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും കൂടിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് തൊട്ടടുത്തായിട്ട് ഒരുപാട് വീടുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ഏകദേശം ഒരു 3/4 ഭാഗത്തോളം തന്നെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡ് ചെന്ന് അവിടെ എൻഡ് ചെയ്ത് നിൽക്കുന്നത് വീടിൻ്റെ ആ ഒരു എൻഡ് ലാസ്റ്റ് നമുക്ക് കോമ്പൗണ്ട് വാള് കാണാം. അവിടെ ഈ ഒരു ഇതിൻ്റെ കോമ്പൗണ്ട് തീരുവാണ്. ഇനി നമുക്കിനി വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ സിറ്റ് ഔട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന ഒരു സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ ഒരു സൈഡും ഫ്രണ്ടും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സിറ്റ് ഔട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് എത്ര പേര് വന്നാലും നമുക്കൊരു ഫംഗ്ഷനൊക്കെ നടത്തിയാലും നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ഹോളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ നടത്തിയാൽ ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് പേര് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ കാണുന്നത് ഈ വീടിന്റെ മെയിൻ ഡോറാണ്. നമ്മൾ ഈ ഡോർ നമുക്ക് 2 പീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ആയിട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഈ വീട്ടിലേക്ക് വരുമ്പോൾ അകത്ത് നമുക്കൊരു റൂം കാണാം. ഒരു ചെറിയൊരു പാസേജ് പോലെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഓരോ റൂമുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മുകളിലേക്കൊക്കെ പോകാറുള്ള സ്റ്റെയർ കേസ് ഒക്കെ നമുക്ക് വിസിബിൾ ആണ്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയാവുന്നത് ഇവിടെ വുഡിന്റെ ആയിട്ട് കാണുന്ന എല്ലാ ഐറ്റംസും തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല തേക്കിൻ തടിയിൽ തന്നെയാണ് ഇവിടെ കാണുന്ന നമ്മുടെ വാതിലുകളാണെങ്കിലും ജനലുകളാണെങ്കിലും ഈവൻ ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് അതുപോലെ തന്നെ നമ്മളെ ഷെൽഫുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. അപ്പൊ നമ്മൾ നേരെ കയറി നമുക്ക് ഇവിടുത്തെ ഫ്ലോറ് കയറി വരുമ്പോൾ തന്നെ കാണാം നല്ല ഭംഗിയായിട്ടുള്ള മാർബിളിലൊക്കെയാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് കയറി വരുമ്പോൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഭംഗിയുള്ള ഒരു നല്ലൊരു ഷോ ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്ന് നമുക്ക് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് വീടിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എന്താണ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇവിടേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീടിനകത്തേക്ക് കയറി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന റൂം ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസിലേക്ക് കടക്കുന്നതിനുള്ള ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ എൻട്രൻസിലും കുറച്ച് ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ടാണ് ഫർണിച്ചേഴ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഷെൽഫ് നിങ്ങൾക്ക് കാണാം. നമുക്ക് ക്രോക്കറി ഐറ്റംസ് ആണെങ്കിലും ഷോക്കേസ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ വയ്ക്കാനായിട്ട് ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ഷെൽഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിലും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വീട്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഈ ഫർണിച്ചേഴ്സ് എല്ലാം ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഫർണിച്ചേഴ്സ് വേണ്ട എങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 2 തരത്തിലും ആകുമ്പോൾ അതിന് റേറ്റിന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് നമുക്ക് ഇതിന്റെ വിൻഡോസ് വരുന്നത്. വിൻഡോസ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വെനിഷിംഗ് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് ലെങ്ത് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ആണ്. നമുക്ക് എത്ര വലിയ സോഫ സെറ്റീസ് ആണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള എന്ത് ടൈപ്പ് സാധനങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റിയ വലിയൊരു സ്പേസ് തന്നെയാണ് ലിവിംഗ് ഏരിയക്ക് നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗമൊക്കെ വരെ വേക്കന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് ഓൾറെഡി അവിടെയാണ്. നമുക്കത് കവർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാം. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇവിടുത്തെ 2 ബെഡ്റൂംസ് വരുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം തന്നെ നോക്കാം.
ഡോറുകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, വീണ്ടും എടുത്ത് പറയുന്നില്ല. വുഡിൻ്റെതായ എല്ലാ ഐറ്റംസും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് ഇത് എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ബിക്കോസ് ഇതിനകത്ത് ഓൾറെഡി അവർ 2 കോട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് അതിന് നടുക്കൂടെ എല്ലാം ധാരാളം സ്പേസ് ഉണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. അതെല്ലാം തന്നെ കർട്ടൻസ് ആയിട്ട് കവർ ചെയ്തൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റീഡിംഗ് ടേബിൾ പോലൊരു ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടെയും നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണമെങ്കിലും ഇവിടെ അതിനുള്ള സ്പേസ് ഉണ്ട്. അതല്ല എങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അലമാരയോ വാർഡ്രോബോ വയ്ക്കണമെങ്കിൽ അതിന് നമുക്ക് സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇതിന്റെ മുകളിലൊക്കെ ചെറിയ രീതിയിൽ ഷെൽഫ് ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീനിഷ് കളറുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ താഴെയുള്ള ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ അടുത്ത 2ാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂമും വരുന്നത്. 2 അടുത്തടുത്തായിട്ടാണ് ഏകദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വലിയൊരു ബെഡ്റൂം ആയിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ കോട്ടിന് ഒരു വലിയ കട്ടിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ധാരാളം സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് അലമാരി വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലൊരു നല്ല നീളത്തിലുള്ള ഒരു ചെറിയൊരു കബോർഡ് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അതിന്റെ ഈ ഒരു ടോപ്പ് ഭാഗം വന്നിട്ടാണെങ്കിലും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ലെങ്തി ആയിട്ടുള്ള 2 പോർഷനായിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി എയർ കണ്ടീഷൻ എല്ലാം ചെയ്തതാണ് എല്ലാ റൂമുകളും. ഞാൻ പറഞ്ഞിരുന്നു, അതുൾപ്പെടെയാണ് നമുക്ക് പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡ് കളർ വരുന്ന, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കളർഫുൾ ടൈലാണ് ഈ ഒരു ഭാഗത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ താഴെയുള്ളത് കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മെയിൻ എൻട്രൻസിലേക്ക് വന്ന ആ ഒരു പാസേജിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിപ്പം വീടിനകത്തേക്ക് കയറിയിട്ട് നേരെ റൈറ്റ് സൈഡിലേക്കാണ് വന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ഡൈനിങ് ടേബിളും ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്കുള്ള ഈ ഒരു എൻട്രൻസും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു വളരെ വലിയ ഒരു ഏരിയയാണ് ഡൈനിങ് സ്പേസിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളിന്റെ ആ ഒരു ലെങ്ത്തും വലിപ്പമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഡൈനിങ് ഹാൾ ആണെന്നുള്ളത്. അപ്പൊ ആ ഡൈനിങ് ടേബിളും ചെയർസും ഇട്ടിട്ട് പോലും ബാക്കി കുറച്ച് സ്പേസ് കൂടെ ഇവിടെ നമുക്ക് കിടക്കുന്നുണ്ട്. 10-12 പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് ആണ് ഡൈനിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയ കംപ്ലീറ്റും ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കർട്ടൻസ് ഇട്ടിരിക്കുന്നത് കാണാം. ഈ കർട്ടൻസ് ഇട്ടിരിക്കുന്നതിന്റെ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ വരുന്ന രീതിയിൽ വിൻഡോസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ആക്ച്വലി ഓപ്പൺ കിച്ചൺ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ബട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ അല്ല. ഇവിടെ ഒരു കുറച്ച് സ്പേസ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ഓപ്പണിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കിച്ചണിലേക്കുള്ള മെയിൻ എൻട്രൻസ്. അവിടെ നിന്ന് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. 2 ആയിട്ടുള്ള വാഷിംഗ് ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് ആ ഒരു സിസ്റ്റം വരുന്നത്. 2 എണ്ണമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്ന ഭാഗത്താണെങ്കിലും ഭംഗിയുള്ള ടൈലുകളൊക്കെ ഒട്ടിച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്താണെങ്കിലും കിച്ചണിന്റെ ഈ ഒരു സൈഡ് അതുപോലെ നിങ്ങൾക്ക് കാണാം സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിന്റെ ഈ ഒരു വാർഡ്രോബുകളൊക്കെ നിങ്ങൾക്ക് കാണാം. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതെല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മുകളിലൊക്കെ ഒരുപാട് കബോർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. താഴെയാണെങ്കിലും ഏറ്റവും താഴെയാണെങ്കിലും ഒക്കെ നിറയെ കബോർഡ്, ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ കിച്ചണിന്റെ ടോപ്പ് സ്ലാബൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. പ്രെസ്റ്റീജിന്റെ ഒരു ചിമ്മിണി അവർ കൊടുത്തിട്ടുണ്ട്. മെയിൻ കബോർഡുകൾ കൂടാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോട്ടിൽസും അതുപോലെ തന്നെ ചെറിയ ഡിഷൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത് പൈപ്പ് കണക്ഷനോട് കൂടിയിട്ട്. ഫ്രിഡ്ജ് ഇവിടെ ഇരുന്നാൽ പോലും നമുക്ക് നല്ല സ്പേസ് കിച്ചണിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെയൊക്കെ വീടുകളിൽ നമുക്കറിയാം
കിച്ചണകത്തേക്ക് നമുക്കൊരു വലിയ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ കടന്നു പോകാനായിട്ട് പാസേജ് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പം മുമ്പൊക്കെ ചെയ്തിരിക്കുന്ന വീടുകൾ, അതായത് ഇത്രയും വലിയൊരു സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീടിന്റെ വീഡിയോ ഇപ്പം ഫസ്റ്റ് ഫ്ലോർ മാത്രം ജസ്റ്റ് ഒന്നും ഫുള്ള് തന്നെ കണ്ടിട്ടില്ല. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 5800 സ്ക്വയർ ഫീറ്റിലാണ്. 5800 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ എത്രമാത്രം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം. കിച്ചണിൽ അവരൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണോട് ചേർന്ന് നമുക്കൊരു ചെറിയ സ്റ്റോർ റൂം കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള വീടുകളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമുക്കൊരു അത്യാവശ്യമായ കാര്യം കൂടിയാണിത്. നമ്മൾ ഈ മെയിൻ കിച്ചൺ കഴിഞ്ഞിട്ട് വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. സെക്കൻഡ് കിച്ചൺ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസും ലെങ്ത്തും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. ഇവരത് യൂസ് ചെയ്യാറില്ല, അതിന് പകരം ഗ്യാസ് സിലിണ്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെയും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ്. കിച്ചണിൽ തന്നെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമ്മൾ കണ്ടു. അതുകൂടാതെ ഇവിടെയും മുകളിലും താഴെയും ഏറ്റവും താഴെയും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് കിച്ചണും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പം അത്യാവശ്യം നല്ല ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ്. അപ്പൊ നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ കയറി ഡ്രസ്സൊക്കെ കൊണ്ടിടാൻ, ഉണങ്ങാനൊക്കെ കൊണ്ടിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ തന്നെയായിട്ടാണ് അവർ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡ്രസ്സുകൾ വാഷ് ചെയ്ത് നേരെ ഈ ഒരു വർക്ക് ഏരിയയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെയിലും വെളിച്ചവും ഒക്കെ കൊള്ളുകയും ചെയ്യും, മഴ കൊള്ളാതിരിക്കുകയും ചെയ്യും. അപ്പം വളരെ ഐഡിയാപരമായിട്ടാണ് പണ്ടൊക്കെ ആളുകൾ വീട് പണിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ ഈ വീടിന്റെ താഴെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മുകളിലുള്ള ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കിച്ചണിൽ നിന്നും വീണ്ടും ഈ ഡൈനിങ്ങിന്റെ സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓൾറെഡി കാണാം. ഈ സ്റ്റെപ്പ് കയറുന്ന പടികളെല്ലാം തന്നെയും മാർബിളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന വുഡുകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു ടീക്വുഡാണ്. പക്ഷെ അത് ചെയ്തിരിക്കുന്ന ഡിസൈനുകളൊക്കെ നോക്കുക, ഒരുപാട് കൊത്തുപണികളും ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്തൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു നല്ലൊരു വുഡാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ മുകളിലത്തേക്കുള്ള സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഈ ഒരു എൻട്രൻസ് വഴി നമ്മൾ വന്ന വഴി സ്പ്ലിറ്റ് ആവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ ഹാളും അതുപോലെ തന്നെ ഹാളിനോട് കൂടി തന്നെ ബെഡ്റൂമുകൾ വരുന്നുണ്ട്, ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി കുറച്ചും കൂടെ ഒരു ഹൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാം താഴെയൊക്കെ കണ്ട ബെഡ്റൂമിന്റെ ആ ഒരു സെയിം സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഓൾറെഡി ഒരു വലിയ ഫാമിലി കോട്ട് ഇട്ടിട്ടുണ്ട്, അതിനോട് അറ്റാച്ച് ചെയ്തൊരു ചെറിയ കുട്ടി ബെഡ് ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് വീണ്ടും ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോട്ട് ഇട്ടിരിക്കുന്നതിന്റെ ബാക്ക് സൈഡ് AC ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ താഴെ നമുക്ക് കാണാം അവിടെയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ നമുക്ക് കുറച്ചൊരു വാർഡ്രോബ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ അവരവിടെ ഒരു ചെറിയ അലമാരി വെച്ചിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. അപ്പൊ നമുക്കൊരു കബോർഡ് ചെയ്തെടുക്കണമെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ റെഡിമെയ്ഡ് കബോർഡ് ആണെങ്കിലും ഒക്കെ നമുക്കത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഓൾറെഡി ഒരു ബാത്ത് ടബ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും ഒരു വലിയ ബാത്റൂം ആണെങ്കിലാണ് നമുക്ക് ബാത്ത് ടബ് ഫെസിലിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു ആധുനികമായ വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും അവർ പ്രീ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി നേരെ വന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കാണ്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മളൊരു കണക്ഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് കയറി വന്നിട്ട് സ്ട്രെയിറ്റ് ആണ് പോയത്. ഇനി നമുക്ക് ഇവിടുത്തെ ഹാളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഈ ഒരു കാണുന്ന ടീക്വുഡിന്റെ വർക്കുകൾ ഹാൻഡ് റെയിൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഇവിടെ വരെയാണ് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഹാള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്ക് എത്ര ചെയേഴ്സോ സോഫ സെറ്റീസോ ദിവാൻസോ എന്ത് വേണമെങ്കിലും
ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇവിടെ ഉണ്ട്. സോഫ സെറ്റീസും ഉണ്ട്, ദിവാനും ഉണ്ട്. എന്നിട്ട് പോലും നമുക്ക് ധാരാളം സ്പേസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു ഹാളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പാസേജ് പോലെയുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ടെറസിന്റെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ നമുക്കിനിയിപ്പോൾ താഴെയൊക്കെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനായിട്ട് ഓൾറെഡി അവരവിടെ പൈപ്പ് കണക്ഷനും പവർ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ബാൽക്കണി തന്നെയാണ്. യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൂരേക്കൊക്കെ വിസിബിൾ ആയിട്ട് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ എല്ലാം തന്നെ അവർ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ആണെങ്കിലും നല്ല രീതിയിൽ ടൈൽ ഇട്ടിട്ടുണ്ട്, മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിലും ഷീറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഒരു ഭാഗത്ത് അവരൊരു കോട്ട് ഇട്ടിട്ടുണ്ട്, കുറച്ച് 2 സെറ്റീസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു, ഇവിടെ ഇപ്പൊ നമ്മൾ വേറൊരു ബെഡ്റൂം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ആ ഒരു വോക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ കോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നീളത്തിൽ തന്നെയാണ് വിൻഡോസ് വരുന്നത്. ഇവിടെ അവരൊരു ചെറിയ വാർഡ്രോബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ട് പോലും നമുക്ക് റൂമിനകത്ത് വീണ്ടും സ്പേസ് ബാക്കിയാണ്. ഇവിടെ നിന്നും ചെറിയൊരു പാസേജിലൂടെ നമ്മൾ കടക്കുന്നത് പോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിംഗ് ടേബിളോ കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ഒക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഹാളിലേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂമാണ്. താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു, മുകളിൽ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനിയിപ്പോൾ മുകളിൽ ഫൈനൽ ആൻഡ് 5th ബെഡ്റൂം, ടോട്ടൽ 5 ബെഡ്റൂമുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ 5ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും യാതൊരു ഡിഫറൻസും സംഭവിക്കുന്നില്ല. സ്പേസ് ഒരുപാടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ തന്നെ ഒരു വലിയ കോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വിൻഡോസ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴും വീണ്ടും നമുക്ക് ഇവിടെ ഒരു ദിവാൻ കോട്ടും അതുകൂടാതെ ഒരു ചെറിയ ടീപ്പോയും കൂടി ഇടാനുള്ള സ്ഥലം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഭാഗത്തും ഒരു 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഒരു റിലേറ്റീവ്സ്, നമ്മളുടെ റിലേഷനിലുള്ള എല്ലാവരെയും വന്നു കഴിഞ്ഞാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസും സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിന്റെ ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ 5 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ മെയിൻ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഡോർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മളുടെ ഇപ്പോഴത്തേക്ക് വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് ഒരു ഡോർ വരുന്നത്. ഇതിപ്പോൾ വളരെ വിശാലമായ ഒരു സ്പേസ് ആണ്. 2 പീസിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് തുറന്ന് നമ്മൾ വരുന്നത് ഒരു വലിയ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഗ്രാനൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഇത് നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെന്റുകളെല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. നല്ല സേഫ്റ്റിക്കായിട്ട് ഇവിടെ എല്ലാം വുഡ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ ഹാൻഡ് റെയിൽസ് ഒക്കെ കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി കൂടാതെ നമുക്ക് ഇതിന്റെ താഴേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കൂടി അവരിവിടെ കൊടുക്കുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. അതെല്ലാം ഫുള്ളായിട്ട് തന്നെ പോളികാർബൺ ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഒരു ഏരിയയിൽ പോലും നമുക്ക് വെയിലോ മഴയോ ഒന്നും കൊള്ളാതിരിക്കാനായിട്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി കൂടാതെ അഡീഷണൽ ആയിട്ട് അതിന്റെ പുറത്തുകൂടെ നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് ചെടികളൊക്കെ നടണമെങ്കിലും പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലും അതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ എന്ത് വെച്ചാലും അത്യാവശ്യത്തിന് വെയിലും വെളിച്ചവും ഒക്കെ കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ്, നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ വീടിനകത്തേക്ക് കിട്ടുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ആക്സസ് വൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇത് ആക്ച്വലി സ്ഥലം എന്ന് പറയുന്നത് ആലുവ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് മെയിൻ റോഡിലോട്ടൊക്കെ ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ KSRTC ബസ് റൂട്ടിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് മെട്രോ വരുന്നത് ഇവിടെ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് 2-2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് മെട്രോയിലേക്കുള്ള ദൂരം. അപ്പം മെട്രോയുടെ അടുത്ത് നിന്നൊക്കെ ഈ 2-2.5 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പോക്കറ്റിന് ഫ്രണ്ട്ലി ആയൊരു ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്.
അപ്പൊ ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പലരും മിക്കവാറും ഇതിന് താഴെ കമന്റ് ഇടും ഇതെങ്ങനെ പോക്കറ്റ് ഫ്രണ്ട്ലി ആവുന്നു. പക്ഷെ നിങ്ങൾ അപ്പം നോക്കേണ്ടത് ഇതിന്റെ സൗകര്യങ്ങളാണ്. എത്ര സെന്റ് ലാൻഡിലാണ്, എത്ര സ്ക്വയർ ഫീറ്റിലാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ആലുവ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിലേക്ക് വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ. നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് നമുക്ക് ഇവിടെ നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രം, ഏകദേശം 150-200 മീറ്റർ മാത്രമാണ് നമുക്ക് സീപോർട്ട് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത് മെഡിക്കൽ കോളേജ് ആണ്. അവിടേക്ക് 4 കിലോമീറ്റർ ആണ്. ലുലു മാളിലേക്ക് 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്കൊക്കെ 18 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പൊ ഈ വീട് ചെയ്തിരിക്കുന്നത് ടോട്ടലായിട്ട് ഈ വീട് ഇരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് 20 സെന്റിലാണ്. 20 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 5800 ആണ്. 5800 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന് പഴക്കം വരുന്നത് ഏകദേശം ഒരു 14 വർഷമാണ്. നമുക്കൊരു 6, 7, 8 വെഹിക്കിൾസിനെ വരെ ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ഫുള്ള് വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 2,75,00,000 രൂപയാണ്. 2,75 lakhs ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. ഈ പറയുന്ന റേറ്റിനകത്ത് ഈ വീടിനകത്ത് ഉൾപ്പെടുന്ന ഫർണിച്ചേഴ്സ് ആണെങ്കിലും എയർ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ഉൾപ്പെടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 2,75,00,000 ഈ വീട് കിട്ടുന്നത്. നമുക്ക് ഇതിനകത്തുള്ള ഫർണിച്ചേഴ്സ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ആ ഒരു പ്രൈസ് നമുക്ക് കുറച്ച് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയും ഭംഗിയുള്ള, ഇത്രയും സൗകര്യങ്ങളുള്ള, ഇത്രയും നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള, ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.